വെൽക്കം ടു ഹോളി സ്പിരിറ്റ്. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തെ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടി ഞങ്ങളായിരിക്കുന്നിടങ്ങളിൽ അറിയിക്കട്ടെ. കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ വചനചിന്തക്കായിട്ട് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിൽ, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞ് കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഏറ്റവും അധികം നമ്മൾ കേൾക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും അനുഭവിക്കുകയും ചെയ്ത അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞൊരു വലിയൊരു മർമ്മമാണ്, നമുക്ക് മുമ്പേ ഉണ്ടായിരുന്ന പിതാക്കന്മാർക്കാർക്കും തന്നെ വെളിപ്പെടുത്തി കൊടുക്കാതെ നമുക്ക് ഓരോരുത്തർക്കും, ഇന്ന് ക്രിസ്തുവിലായിരിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിൽ വീണ്ടും ജന്മം പ്രാപിച്ച നമുക്കോരോരുത്തർക്കും ആ മർമ്മം പിതാവാം ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നു. ഏതാ മർമ്മം? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു. അവിടെ നമ്മൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വലിയ മർമ്മമാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ നമ്മോട് അറിയിക്കുന്നത്. ഈ മർമ്മം നമ്മളെപ്പോഴും പ്രസംഗിക്കാറുണ്ട്. നമ്മൾ പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു വേർഡ് കൂടിയാണ്, എന്നിൽ ക്രിസ്തു ഇരിക്കുന്നു, ഞാൻ ഇപ്പോൾ ഇൻ ക്രൈസ്റ്റ് വെളിപ്പാടിലായിരിക്കുന്നതൊക്കെ. പക്ഷേ ആ വചനത്തിൻ്റെ താഴോട്ട് 27-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അവരോട്, ഏത് ഈ വെളിപ്പെട്ട് കിട്ടിയ മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നമുക്ക് വെളിപ്പെട്ട് കിട്ടി. എങ്ങനെ കിട്ടി? പിതാവാം ദൈവത്തിന് നമ്മോട് ഇഷ്ടം തോന്നിയതുകൊണ്ട്. എന്തിന്? നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ അതേ ക്രിസ്തു എവിടെ ഇരിക്കുന്ന പറഞ്ഞ ജാതികളുടെ ഇടയിൽ. അപ്പോൾ അവരുടെ അകത്തും മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഉണ്ട്. പക്ഷേ അവരോട് ഈ മഹത്വത്തെക്കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ ഈ ക്രിസ്തുവിനെക്കുറിച്ച് പറയാൻ ദൈവത്തിന് നമ്മോട് ഇഷ്ടം തോന്നിയത് കൊണ്ടാണ് ദൈവം നമ്മളെ കർത്താവിൻ്റെ വേലയിലോട്ട് തിരഞ്ഞെടുത്തത്. അവരോട് ജാതിയുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ, കണ്ടോ, ദൈവത്തിന് ഭയങ്കരമായ ഇഷ്ടമായി. ആ മർമ്മം ഏത്? മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. അപ്പോൾ അവരിലും ക്രിസ്തു ഇരിക്കുന്നു. ആ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക എന്നതാണ് ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചത്. ഹല്ലേലൂയ. ഇൻ ക്രൈസ്റ്റ് വെളിപ്പാടിലോട്ട് അവരും നശിച്ചു പോകാതെ അവരിലിരിക്കുന്ന ക്രിസ്തുവിനെ, നമുക്കറിയാം, ജാതികൾ ഏറ്റവും അധികം അവരുടെ പാരമ്പര്യത്തിൽ ജീവിക്കുന്നു. അവർ ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് അവരുടേതായ വിശ്വാസത്തിൽ അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നു അവരും വിടുവിക്കപ്പെടണം. നാം മുമ്പ് എങ്ങനെ ആയിരുന്നോ അതിൽ നിന്ന് നമ്മെ വിളിച്ചു വേർതിരിച്ചു കർത്താവിൻ്റെ മഹത്വം കാണുവാനിടയായെങ്കിൽ അവരോട് അറിയിപ്പാനാണ് ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചത്. നമ്മൾ വളരെ ചിന്തിക്കേണ്ടതായ ഒരു സമയം, നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട ഒരു സമയത്തിനകത്ത് യെശയ്യാപ്രവചന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എഴുന്നേൽക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക, കാരണം നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രകാശം വന്നുമിരിക്കുന്നു. ഈ വചനം നിങ്ങൾ ആഴങ്ങളിലോട്ട് നിങ്ങൾ ഓരോരുത്തരെയും കൊണ്ടുപോകട്ടെ. ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലുകളുടെ ദിനങ്ങളായി മാറട്ടെ. കർത്താവ് എന്താണോ നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നത് അത് വെളിപ്പെടുവാൻ, മഹത്വം ദൈവത്തിന് കൊടുക്കുവാൻ, പിതാവാം ദൈവത്തിന് കൊടുക്കുക. എങ്ങനെ? പുത്രനിലൂടെ മഹത്വം നമ്മളിൽ നിന്നും, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുമാണ് ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം. കൈക്ക് കൈയുടെ പ്രവൃത്തി ചെയ്യുമ്പോഴാണ് അതിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. അതുപോലെ സംസാരിക്കുമ്പോഴാണ് ദൈവത്തിന് മഹത്വം കിട്ടുന്നത്. ആമേൻ. അപ്പം അതുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കുക. ഇത് കേൾക്കുന്ന നിങ്ങളുടെ വലിയ വിടുതലുകളായി മാറട്ടെ. നിങ്ങൾ ഒരുമിച്ച് എഴുന്നേൽക്കുക, കൈ കൊടുക്കുക, വിളിച്ചു പറയുക, അറിയിക്കുക. ഹല്ലേലൂയ. നമ്മുടെ പ്രതിഫലം നിശ്ചയമായും സ്വർഗത്തിൽ ഒരുക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. ഒരിക്കൽ കൂടി ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ.